ഉക്രൈനെ തിരിച്ചടിക്കുമെന്ന് ഇറാൻ. വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഞ്ചി അതിനുള്ള തയ്യാറെടുപ്പുകൾ രാജ്യം നടത്തുകയാണ് എന്ന് ഔദ്യോഗികമായിട്ട് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. യാതൊരു കാരണവുമില്ലാത്ത വിധം മറ്റൊരു രാജ്യം തങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുകയും തങ്ങളുടെ കപ്പൽ തകർക്കുകയും അതോടൊപ്പം തന്നെ അതിലൊരു നാവികനെ കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് യാതൊരു തരത്തിലും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. പറ്റിപ്പോയ അബദ്ധമല്ല, കരുതിക്കൂട്ടി ചെയ്തതാണ്. അതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിച്ചവരാരൊക്കെ എന്നുള്ളത് തങ്ങൾ കൃത്യമായിട്ടറിയാം. തീർച്ചയായിട്ടും ഉക്രൈൻ അതിൻ്റെ പ്രതിഫലം അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് ഇറാൻ ആവർത്തിച്ചു. അതുകൊണ്ട് ഈ നിലവിലുള്ള യുദ്ധം കരീബിയൻ കടലിലേക്ക് പടരുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അന്താരാഷ്ട്ര മീഡിയയിൽ നിന്നൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇത് നിസ്സാരവൽക്കരിക്കപ്പെട്ട ഒരു ആക്രമണമായിട്ട് തങ്ങൾ കാണുന്നില്ലെന്നും കരുതിക്കൂട്ടി തങ്ങളുടെ രാജ്യ താൽപ്പര്യത്തിന് നേരെ ഉക്രൈൻ നടത്തിയിരിക്കുന്ന ഭീകരമായിരിക്കുന്ന ആക്രമണമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എക്സ്ക്യൂസ് കാര്യങ്ങളൊന്നും ഇതിനുണ്ടാവില്ല. ആയതിനാൽ തന്നെ തീർച്ചയായിട്ടും അതിന് മറുപടി പ്രതീക്ഷിക്കാവുന്നതാണ്. അമേരിക്കയെയും ഇസ്രായേലിനെയും നിരന്തരം ആക്രമിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈന് നേരെ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിരിക്കുന്ന കാര്യമാണ് എന്നുകൂടി ഇറാൻ ആവർത്തിക്കുന്നു. ഉക്രൈൻ ഇതിന് പറഞ്ഞിരിക്കുന്ന കാര്യവും അതിൻ്റെ മറുപടിയും അതിന് ഇറാൻ നൽകിയ മറുപടിയും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇറാന് വേണ്ടി ആയുധം കൊണ്ടുപോകുന്ന റഷ്യയുടെ കപ്പലാണ് തങ്ങൾ ആക്രമിച്ചത് എന്നും ഇറാൻ്റെ കപ്പലല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളത് ചെയ്തത് എന്നും പറയുന്നു. അതിന് ഇറാൻ നൽകിയിരിക്കുന്ന ഒരു മറുപടി ഉണ്ട്. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ആയുധം ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് അതാത് രാജ്യത്തിൻ്റെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയമാണ്. അതിൽ തങ്ങളുടെ രാജ്യത്തേക്ക് റഷ്യ ആയുധം അയക്കുന്നുണ്ടെങ്കിൽ അതിലിടപെടാൻ ഉക്രൈനിൻ്റെ അധികാരം. നിങ്ങളുടെ രാജ്യത്തേക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പല ഘട്ടങ്ങളിലായി ഇതേ കരീബിയൻ കടലിലൂടെ മറ്റ് മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വഴികൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ആയുധങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഇറാൻ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല, ഇടപെടാറില്ല. അപ്പോൾ തങ്ങൾക്ക് ആയുധങ്ങൾ ഏത് രാജ്യങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് മറ്റൊരു രാജ്യം പരിശോധിക്കേണ്ട കേസില്ല, അതിന് നിങ്ങളോട് അനുവദിക്കുകയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു, ശിക്ഷ അനുഭവിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഹോർമുസിൽ മാത്രമല്ല കരീബിയൻ കടലിലും തങ്ങൾക്ക് നിയന്ത്രണ ഭാഗങ്ങളുണ്ട്. അല്ലെങ്കിൽ കരീബിയൻ കടലും തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചേർന്ന് നിൽക്കുന്ന കടൽ തന്നെയാണ്. അതിർത്തി പങ്കിടുന്നുണ്ട്. കരീബിയൻ കടൽ അവസാനിക്കുന്നത് ഇറാനിലാണ്, തുടങ്ങുന്നത് റഷ്യയുടെ ആ മേഖല കേന്ദ്രീകരിച്ചുമാണ്. അപ്പോൾ റഷ്യയുമായിട്ട് നേരിട്ടുള്ള കടൽപാത എന്ന് പറയുന്നത് റഷ്യ ടു അല്ലെങ്കിൽ ഇറാൻ ടു റഷ്യ എന്ന് പറയുന്നത് ഈ കരീബിയൻ കടലാണ്. ഉക്രൈൻ ഈ കടലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇതിൻ്റെ രണ്ട് തലത്തിൽ ഈ വിഷയത്തെക്കുറിച്ചിട്ടുള്ള ഒരു വ്യാഖ്യാനങ്ങളും അതിൻ്റെ വിവർത്തനങ്ങളും വരുന്നുണ്ട്. അതിലൊന്ന്, ഉക്രൈൻ ഇറാൻ ആക്രമിച്ചത് ഇസ്രായേലിൻ്റെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ ഇസ്രായേൽ നിർബന്ധിച്ചതാണ് എന്ന റിപ്പോർട്ടുണ്ട്. കാര്യം മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ നിരീക്ഷണം നടത്തണമെന്നും അങ്ങനെ നിരീക്ഷണം നടത്തി കഴിഞ്ഞാൽ എത്രത്തോളം ആയുധങ്ങൾ ഇറാൻ ശേഖരിച്ചു വെക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ശക്തികൾ അവർ സംഭരിക്കുന്നുണ്ടോ അതെല്ലാം ഇസ്രായേലിനെതിരായിട്ടായിരിക്കും. അതുകൊണ്ട് ജൂതനായിരിക്കുന്ന ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയോട് ജൂതരാജ്യമായിരിക്കുന്ന ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ ആക്രമണം നടത്തിയത് എന്നും പറയുന്നു. ഞങ്ങൾ അതേക്കുറിച്ച് അന്വേഷിച്ചു വരികയാണ്. ആരാണെങ്കിലും അതിന് തിരിച്ചടി ഉണ്ടാകും എന്നുറപ്പാണ്. ഇനി മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ, റഷ്യക്ക് നേരെ ഉക്രൈൻ ആക്രമണം നടത്തി എന്ന് പറയുന്ന സമയത്ത് അവിടെയും ഒരു തലം സൃഷ്ടിക്കുന്നുണ്ട്. ഈ മേഖലയിലൂടെ ഇപ്പോൾ റഷ്യയെയും ഇറാനെയും ഒരേ സമയത്ത് ആക്രമിക്കാൻ മെനക്കെടാതെന്നത് ആരാണ്? അമേരിക്കയാണ്. അപ്പോൾ ഉക്രൈൻ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ആ റൂട്ടിലൂടെ അത് സഞ്ചരിക്കും. നേരെ മറിച്ച് റഷ്യയുടെ ഒരു കപ്പൽ അമേരിക്ക ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ പിന്നീട് അത് ലോകയുദ്ധത്തിലേക്കാണ് എത്തുക. അതുകൊണ്ട് ആ പ്രവൃത്തി അമേരിക്കയെ കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് ചെയ്തതാണ് എന്ന് സംശയിക്കുന്നു. അപ്പോൾ ഇറാന് നേരെ നടത്തിയിരിക്കുന്ന ഒരു ആക്രമണം എന്ന് പറയുന്നത് ഒരു ഉക്രൈൻ ആക്രമണം മാത്രമല്ല, അതിൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കൃത്യമായിരിക്കുന്ന പങ്കാളിത്തമുണ്ട്. അവരാണ് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഒരുക്കിയത്, അവരാണ് തോക്ക് ചൂണ്ടിയത്, അവരാണ് വെടിവെച്ചത് എന്ന തരത്തിലാണ് ഇതിന് വ്യാഖ്യാനങ്ങൾ പോകുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യങ്ങളുമായിട്ട് നിരന്തര യുദ്ധത്തിലാണ്, എല്ലാ കാലത്തും യുദ്ധത്തിലാണ്. 1979
ഇസ്രായേൽ ഈ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് അതിന് കഠോരം വന്നിട്ടുണ്ട്. ഈ ഇസ്ലാമിക വിപ്ലവത്തോടനുബന്ധിച്ച് അതിൻ്റെ കൃത്യമായിരിക്കുന്ന റൂട്ട് പാത ഉണ്ടായിട്ടുണ്ട്. അതായത് ശത്രുവിനെ വേർതിരിച്ച് കൊണ്ട് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ആയത്തുള്ള അലി ഖുമേനിയാണ് 79 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ആരാണ് മിത്രങ്ങൾ ആരാണ് ശത്രു എന്നതിനെക്കുറിച്ച് പറഞ്ഞത്. മിത്രങ്ങളുടെ ലിസ്റ്റിൽ ആദ്യം എടുത്തു പറയപ്പെട്ട് സോവിയറ്റ് യൂണിയൻ എന്ന രാജ്യമാണ്, അഥവാ റഷ്യയാണ്. അന്ന് മുതലേ സൗഹൃദവും ബന്ധങ്ങളും റഷ്യയുമായിട്ട് ഇറാനുണ്ടായിരുന്നു. ചൈന അതിനെ കൂടെ എടുത്തു പറഞ്ഞ സ്നേഹരാജ്യത്തിൻ്റെ ലിസ്റ്റിൽപ്പെട്ടതാണ്. ശത്രു രാജ്യത്തിൻ്റെ ലിസ്റ്റിൽപ്പെട്ടതാണ് അമേരിക്കയും ഇസ്രായേലും. ഒരിക്കൽ പോലും നമ്മളുമായിട്ട് സന്ധി ചേരില്ല, സന്ധി ചേരുകയോ കരാറുണ്ടാക്കുകയോ ചെയ്താൽ അവർ പാലിക്കില്ല. അവരെ സൂക്ഷിക്കണമെന്ന് ശ്രദ്ധിക്കണമെന്ന് അതോടനുബന്ധിച്ച് തന്നെ ഇറാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തലമുറ കൈമാറിയിട്ടും അതിൻ്റെ ആ വിദ്വേഷങ്ങളും ആ വൈരാഗ്യങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് നമ്മൾ കൃത്യമായ രീതിയിൽ നിരീക്ഷിച്ചാൽ മനസ്സിലാകുന്നതാണ്. സാമ്പത്തിക ഉപരോധം കൊണ്ട് മുട്ടുകുത്തിച്ച് അവിടുത്തെ ഈ കറൻസിയുടെ മൂല്യം ഇടിക്കുക, തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുക, രാജ്യപുരോഗതിയെ തടസ്സപ്പെടുത്തുക, പ്രതിരോധ രംഗത്ത് പ്രശ്നങ്ങളുണ്ടാക്കുക, ഇറാൻ്റെ നിർമ്മാണ വസ്തുക്കൾ മറ്റു ലോക രാജ്യത്തേക്ക് വിൽപ്പന നടത്തുന്നത് തടയപ്പെടുക, തിരിച്ച് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത് തടയപ്പെടുക, അത് കയറ്റുമതിയും ഇറക്കുമതി തടയുകയും നയതന്ത്ര ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഇടപെടൽ നടത്തുകയും ഇറാൻ വിൽപ്പന നടത്തപ്പെടുന്ന പെട്രോളിയം വാങ്ങുന്ന രാജ്യത്തിന് ഉപരോധം ഏർപ്പെടുത്തുകയും അവർക്ക് അധിക ചുങ്കം ഏർപ്പെടുത്തുകയും ചെയ്യുക എന്ന രീതിയൊക്കെ മുമ്പ് തന്നെ അമേരിക്ക സ്വീകരിച്ചു വന്നതിൻ്റെ തുടർച്ചയാണ്. ട്രംപ് അത് കഠിനമാക്കി എന്ന് മാത്രം. പക്ഷേ അന്നൊക്കെ ഇറാൻ പിടിച്ചു നിന്നിട്ടുണ്ട്. ഇറാൻ അങ്ങനെ മറ്റു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യുന്നതിലേക്ക് അവർ താല്പര്യം കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും എത്രയെന്ന് ലോകത്തിന് മനസ്സിലായിട്ടില്ല. അത് മനസ്സിലായത് 2025 അക്രമത്തോടനുബന്ധിച്ചാണ്. ഈ സിറിയ രാജ്യം, ഈജിപ്ത്, ഈ രാജ്യം, ജോർദാൻ രാജ്യങ്ങളിലൊക്കെ പല ഘട്ടങ്ങളിലായിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിൽ 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആക്രമണത്തിന് വിധേയമായിരിക്കുന്ന രാജ്യങ്ങളൊന്ന് സിറിയയാണ്. സിറിയയുടെ എയർപോർട്ട്, സീപോർട്ട്, തന്ത്രപ്രധാന മേഖല, തലസ്ഥാന നഗരം, ഇവിടെയൊക്കെ പല ഘട്ടങ്ങളിലും പല സാഹചര്യങ്ങളിലും പല അവസ്ഥകളിലും ഇസ്രായേൽ ആക്രമണം നടത്തിയ സമയത്തെല്ലാം സിറിയ ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ UN സഭയിൽ പരാതി നൽകും, ലോകത്തോട് ഈ കാര്യങ്ങൾ പറയും, നഷ്ടപരിഹാരം ആവശ്യപ്പെടും. അങ്ങനെ ആവശ്യപ്പെടുന്നതും സങ്കടവും പ്രയാസങ്ങളും സങ്കട ഹർജികളും ഒക്കെ ഇങ്ങനെ സമർപ്പിക്കുക എന്നല്ലാതെ അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അങ്ങനെ കുറച്ചു കാലം കഴിയുന്ന സമയത്ത് വീണ്ടും ഇസ്രായേൽ ആക്രമിക്കപ്പെടും, വീണ്ടും പരാതിയായിട്ട് പോകും. ഇത് ഒരു സ്ഥിരം പല്ലവിയാണ് യഥാർത്ഥത്തിൽ സിറിയയെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് അങ്ങനെ മുന്നേറാൻ സാധിച്ചിട്ടില്ല എന്ന് ചുരുക്കം. പിന്നെ അതിൽ ഇറാനുമായിട്ട് വലിയ ബന്ധമാണ് സിറിയക്ക്. കാരണം അവിടെ ഈ ഷിയ ഭരണാധികാരിയായിരിക്കുന്ന അസദാണ് ഭരണം നടത്തിയത്. ബഷർ അൽ അസദ്, അതായത് അസദിൻ്റെ മകനായിരിക്കുന്ന ബഷർ അൽ അസദാണെങ്കിലും ഷിയ വിഭാഗമാണ്. അതുകൊണ്ട് ഇറാനുമായിട്ട് വലിയ ബന്ധങ്ങളുണ്ട്. ആ ബന്ധത്തിൻ്റെ സഹായങ്ങളൊന്നും അമേരിക്കയുടെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ആക്രമണം നടക്കുന്ന സമയത്ത് ഇറാൻ്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഏറെക്കുറെ മറ്റ് ലെബനാൻ പോലെയും ഈജിപ്ത് പോലെയും ജോർദാൻ പോലെ സൈലൻ്റ് ആയിരിക്കുന്ന ഒരു രാജ്യമാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് അമേരിക്ക കണക്ക് കൂട്ടിയ കണക്കാണ് തെറ്റ്. 2025 ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചപ്പോൾ പിന്നീടുണ്ടായിരിക്കുന്ന മാരകമായിരിക്കുന്ന തിരിച്ചടിയിൽ യഥാർത്ഥത്തിൽ ലോകം ഞെട്ടിപ്പോയിട്ടുണ്ട്. ആ ഞെട്ടൽ ഇപ്പോഴും മുക്തമായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. ആ കാര്യം എന്ന് വെച്ചാൽ അതിശക്തമായിരിക്കുന്ന ആക്രമണമാണ്, അല്ലെ ആക്രമണ പരമ്പര തന്നെയാണ് യഥാർത്ഥത്തിൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് തിരിച്ചടിയായിട്ടുണ്ടായത്. അപ്പോൾ പിന്നീട് ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ അവസ്ഥ നമ്മൾക്കറിയാം. 2026 സമയത്ത്, ഈ വർഷം ഫെബ്രുവരി 28 ആയത്തുള്ള അലി ഖംനായുടെ വധവുമായി ബന്ധപ്പെട്ട് പിന്നീടുള്ള പാശ്ചാത്തല സ്ഥിതി കാര്യങ്ങളാണ് ഈ ഘട്ടത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഇവിടെ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. തീർച്ചയായിട്ടും ഉക്രൈനെതിരെ ഇറാൻ്റെ തിരിച്ചടി ഉണ്ടാകും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇസ്രായേൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഉക്രൈൻ ആക്രമിച്ചു എന്നും, അതല്ല അമേരിക്കയും കൂടി സംയുക്തമായ രീതിയിലാണ് ഈ ഒരു ആക്രമണം നടത്തിയത്. അപ്പോൾ ഇറാന് ഒരു കൊട്ട് കൊടുക്കുക എന്നുള്ളത് കൂടി അമേരിക്കയുടെ ഉദ്ദേശമാണ്. അമേരിക്കയ്ക്ക് നേരിട്ട് അത് ചെയ്യാൻ ഭയമുണ്ട്. അമേരിക്കയ്ക്ക് നേരിട്ട് കൊണ്ട് ഇറാൻ്റെ കപ്പലിനെ ആക്രമിക്കാനും ഭയമുണ്ട്. കാരണം ഇപ്പോൾ 2 ദിവസമായി ശാന്തമാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ആക്രമിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ആക്രമിക്കാത്തത് കൊണ്ട് ഇറാൻ തിരിച്ചടിക്കുന്നില്ല. ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഉറപ്പാണ്. ഈ ആക്രമണം നടത്തിയത് അമേരിക്കയാണെന്ന് തെളിഞ്ഞാൽ ഇപ്പോഴത്തേനും ആക്രമണം നടത്തി തിരിച്ചടി നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇറാൻ.
അപ്പോൾ അമേരിക്ക അല്ലാത്തത് കൊണ്ടും അമേരിക്ക ചെയ്യിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ആയതുകൊണ്ടുമാണ് ഇപ്പോൾ കുറഞ്ഞൊരു സമയം ഒരു ഇടവേള പോലെ കിട്ടിയത്. ആ ഇടവേള അവസാനിക്കാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും വല്ലാതെ വൈകാതെ തന്നെ ഉക്രൈനെതിരെ ഒരു ആക്രമണം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇസ്രായേലിന് ഏത് തരത്തിൽ പ്രതികരണം നൽകണം എന്നതിനെക്കുറിച്ചും ഇറാൻ ആലോചിക്കുന്നുണ്ട് എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു.